നമ്മൾ പലരും അമിതവണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഡയറ്റ് ചെയ്യും, എക്സർസൈസ് ചെയ്യും. പക്ഷേ നമ്മുടെ തടി കുറയണമെങ്കിൽ ശരീരത്തിനകത്തുള്ള ഹോർമോൺ ബാലൻസുകൾ, ദഹനം, മെറ്റബോളിസം, വിശപ്പിന്റെ സിഗ്നലുകൾ, അതുപോലെ തന്നെ നമ്മുടെ മാംസപേശികളുടെ അളവ്, ഈ പറഞ്ഞ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിയാവണം. അത് ശരിയാവാതെ നമ്മൾ എത്ര എക്സർസൈസും ഡയറ്റും ചെയ്താലും അമിതവണ്ണം കുറയണമെന്നില്ല. ഭൂരിപക്ഷം ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണിത്. വെയിറ്റ് ലോസിനായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ അടിത്തറ ശരിയാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പലരും അവഗണിക്കുന്ന ഒരു മേഖലയാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻ കുറയ്ക്കല്ല, പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കുക. പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ വരിക പ്രോട്ടീൻ പൗഡറാണ്, ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കുന്നതാണ്. സത്യത്തിൽ ശരീരഭാരം കുറക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാക്രോ ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീനുകൾ. ഇതിന്റെ ഒന്നാമത്തെ കാരണം നമ്മൾ പ്രോട്ടീനാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ വയറ് കുറേ നേരത്തേക്ക് നിറഞ്ഞിരിക്കും. നമ്മൾ കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ കഴിക്കുകയാണെങ്കിൽ തീയിലേക്ക് എണ്ണ ഒഴിക്കുന്ന പോലെയാണ്. അത് പെട്ടെന്ന് തീയിനെ ആളി കത്തിക്കുകയും ചെയ്യും, പെട്ടെന്ന് ഒടുങ്ങുകയും ചെയ്യും. എന്നാൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് തീയിലേക്ക് മരത്തിന്റെ കഷ്ണങ്ങൾ ഇടുന്ന പോലെയാണ്. അത് പതുക്കെ പതുക്കെ തീ ഇങ്ങനെ കത്തിക്കുകയുള്ളൂ. ഒരുപാട് നേരം ദഹനമാകുന്ന തീ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കുറേ നേരത്തേക്ക് നമുക്ക് വിശപ്പും തോന്നില്ല. പഠനങ്ങൾ കാണിക്കുന്നത് നമ്മൾ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും 400-500 കാലറി കൺസപ്ഷൻ വരെ അത് കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഓട്ടോമാറ്റിക്കലി. രണ്ടാമത്തെ കാര്യം, പ്രോട്ടീൻ ഉള്ളിലേക്ക് ചെല്ലുകയാണെങ്കിൽ അത് മാംസപേശികളെ നിലനിർത്തും. എന്ന് വെച്ചാൽ നമ്മൾ അമിതവണ്ണം കുറക്കുന്ന ആളുകളിൽ പലപ്പോഴും കൊഴുപ്പ് മാത്രമല്ല കുറയുക, ശരീരത്തിലെ മസിൽസും കുറയുന്നുണ്ട്. പക്ഷേ മസിൽ കുറഞ്ഞാലുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിനകത്ത് മെറ്റബോളിസം, ദഹനം, ഗ്ലൂക്കോസിനൊക്കെ കത്തിക്കാൻ മാംസപേശികൾ നിർബന്ധമാണ്. അപ്പോൾ ഡയറ്റ് ചെയ്തിട്ട് മാംസപേശികളുടെ അളവാണ് കുറയുന്നതെങ്കിൽ മെറ്റബോളിസം അവിടെ നഷ്ടപ്പെടുകയാണ്. അത് കാരണം കാലറി കത്തിച്ച് കളയാൻ പറ്റാതെ വരികയാണ്. ഇതുകൊണ്ടാണ് ഒരുപാട് കാലം ഡയറ്റൊക്കെ എടുത്ത് വണ്ണം കുറഞ്ഞ ആളുകൾക്കും ഡയറ്റ് നിർത്തി കഴിയുമ്പോൾ വീണ്ടും പെട്ടെന്ന് തന്നെ തടിക്കുന്നത്. കാരണം അവർക്ക് മാംസപേശികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നീട് കുറച്ച് ഫുഡ് കഴിക്കുമ്പോഴേക്കും കാലറി അവിടെ അടിഞ്ഞു കൂടുകയാണ്. പ്രോട്ടീൻ എന്താണ് ചെയ്യുക? പ്രോട്ടീൻ ശരീരത്തോട് പറയാണ് മാംസപേശികളെ കളയരുത്, എനിക്ക് വേണം, പകരം കൊഴുപ്പിനെ കത്തിച്ചാൽ മതി. മൂന്നാമതായിട്ട് പ്രോട്ടീൻ ഒരു ഹൈ തെർമിക് എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനിനെ ദഹിപ്പിക്കാൻ ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന ആ പ്രവർത്തനത്തിന് തന്നെ ഒരുപാട് കാലറി വേണം. അത് കാരണം ശരീരത്തിൽ കാലറിയുടെ എനർജിയുടെ ഉപയോഗം കൂടാണ്, അമിതവണ്ണം അതുവഴി കുറയാണ്. കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിക്കാൻ 5% മതിയെങ്കിൽ പ്രോട്ടീൻ ദഹിപ്പിക്കാൻ ഏകദേശം 30% വേണം. അതുകൊണ്ടാണ് നമ്മൾ ശരീരത്തിലേക്ക് ഒരു 100 കാലറി പ്രോട്ടീൻ കൊടുത്തു വിചാരിക്കാം. അതിലെ 30 കാലറിയും അതിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കും. ബാക്കി 70 കാലറി മാത്രമേ ശരീരത്തിൽ എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും തടി കുറക്കണമെങ്കിൽ എത്ര പ്രോട്ടീൻ വേണം? നോർമലി നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 1 ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ. എന്ന് വെച്ചാൽ ഒരു 60 കിലോ ഉള്ള ആൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ. എന്നാൽ തടി കുറക്കണമെങ്കിൽ ഇതിന്റെ ഇരട്ടി വേണം. എന്ന് വെച്ചാൽ 2 ഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ. എന്ന് വെച്ചാൽ 60 കിലോ ഉള്ള ഒരാൾക്ക് 120 ഗ്രാം പ്രോട്ടീൻ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇനി മുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രോട്ടീൻ കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അമിതവണ്ണം കുറക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകം ഉറക്കമാണ്. കൃത്യമായ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും തടി കുറയില്ല. അപ്പോൾ ഉറക്കവും തടിയും തമ്മിൽ എന്താണ് ബന്ധം? ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഫോൺ ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ബോഡി മൊത്തത്തിൽ ഫുൾ ബാറ്ററി ചാർജിങ് ഉറക്കത്തിലാണ് നടക്കുക. ഉറക്കമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗ്രലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കുത്തനെ കൂടുന്നുണ്ട്. ഈ ഹോർമോൺ നമുക്ക് വിശപ്പുണ്ടാക്കുകയാണ്, കാണുന്നതൊക്കെ തിന്നാൻ തോന്നിപ്പിക്കുകയാണ്. അതുപോലെ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കുറയുന്നുണ്ട്. അപ്പോഴെന്താണ് സംഭവിക്കുക? നമ്മൾ എത്ര കഴിച്ചാലും വയറ് നിറഞ്ഞതായിട്ട് തോന്നുകയില്ല. നമ്മൾ വാരി വലിച്ച് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കാറിനകത്ത് സ്പീഡ് കൂട്ടാനുള്ള ആക്സിലറേറ്റർ നമ്മൾ ചവിട്ടിക്കൊണ്ടേയിരിക്കും. ബ്രേക്ക് ആണെങ്കിൽ പോയിട്ടുണ്ട്. അതുപോലെയാണ് ഉറക്കം നഷ്ടപ്പെട്ടാൽ ഈ രണ്ട് ഹോർമോണുകളും ചേർന്നിട്ട് ശരീരത്തിൽ ചെയ്യുക. ബ്രേക്ക് ഇല്ലാത്തൊരു വണ്ടി ആക്സിലറേറ്റർ ഫുൾ സ്പീഡിൽ ഓടിക്കുന്ന പോലെ. ഉറക്കമില്ലെങ്കിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ക്രേവിംഗ് കൂടും. പ്രത്യേകിച്ച് പെട്ടെന്ന് എനർജി കിട്ടുന്ന സാധനങ്ങൾ കഴിക്കാൻ തന്നെയാണ് തോന്നുന്നത്. അത് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക മാറ്റം കൊണ്ടാണ്. അതിന് തലച്ചോറിന് എത്രയും പെട്ടെന്ന് എനർജി കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് തോന്നുന്നത്. അത് കാരണം നമ്മൾ മധുരം കഴിക്കും, ഡോനറ്റ് കഴിക്കും, ബേക്കറി കഴിക്കും, അപകടം ഉണ്ടാക്കുന്ന എല്ലാ സാധനവും വാരി വലിച്ച് കഴിക്കും. ഇനി മൂന്നാമത്തെ പ്രശ്നം ഇതിലേറെ അപകടമാണ്. ചില ആളുകൾ ഡയറ്റ് വഴി വണ്ണം കുറഞ്ഞു എന്ന് വിചാരിക്കാം. പക്ഷേ ഉറക്കമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവരുടെ ഈ വണ്ണം കുറയുന്നതിന്റെ പ്രധാന കാരണം മസിൽസ് കുറയുന്നതായിരിക്കും, കൊഴുപ്പ് കുറയുന്നതല്ല. എന്ന് വെച്ചാൽ ശരീരത്തിനകത്ത് ആവശ്യത്തിനുള്ള മസിലുകളെ ശരീരം ഇല്ലാതാക്കുകയാണ്, ഫാറ്റ് സ്റ്റോർ ചെയ്യും. നമുക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വേണ്ടത്.